കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തും. ജൂലൈ 31 റാഡിഷൻ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001 900156 8000 800120. പെട്ടെന്നാവട്ടെ. മഴ പെയ്യുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഇത് തിരിച്ചു നമ്മളോ ഈ ചേച്ചി ആദ്യമായിട്ടല്ലേ വീട്ടിൽ വന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ പിടിച്ചിരുത്തേ ശരിയാവൂ. സ്ഥലം മൊത്തം കാണിക്കണ്ടേ? ഇപ്പൊ പാറമട സൈഡിലൂടെ പോയിട്ടൊന്ന് വരാം. പാറമടൊക്കെ കാണിക്കാം. പിന്നെ അതെ, ഇത്രയും കട്ട ഒരു സിറ്റിയുടെ നടുക്ക് ഇങ്ങനൊരു പ്രകൃതി രമണീയമായ സ്ഥലം ഉണ്ടാവുമെന്ന് താൻ പ്രതീക്ഷിച്ചു? പ്രതീക്ഷിച്ച് കാണൂല, പക്ഷെ പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം ഉണ്ട്. അങ്ങോട്ടൊക്കെ പോവാൻ പറ്റൂ? പോവാലോ, നമുക്കിപ്പോ അങ്ങോട്ട് പോവാം. ചേച്ചി, ചേട്ടൻ ആരെങ്കിലും പ്രകൃതി രമണീയ കാണിക്കാൻ കൊണ്ടുപോയാ തീർന്നു. പ്രകൃതി രമണീയ? പ്രകൃതി രമണീയത കാണിക്കാൻ കൊണ്ടു എന്തൊരു തീർന്നു? എന്താ ഒട്ടി പിടിക്കുന്നു? പ്രകൃതി രമണീയ മുന്നമക്കളെ പാറ് വേണ്ട കേട്ടോ. ബാ. അതെ, പറഞ്ഞല്ലോ തന്റെ വീട് എവിടെ ആയിരുന്നു? എന്റെ ആക്ച്വലി നാട് തൊടുപുഴയാണ്. ഇവിടെ ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ജോലിക്ക് ആവശ്യത്തിന് വേണ്ടി വന്നതാ. അല്ല, തൊടുപുഴ എങ്ങനെ? കൃഷി കാര്യങ്ങൾ എങ്ങനെ സ്ഥലമെല്ലാം ഉണ്ടോ? ആ, കുറച്ചുണ്ട്. എന്റെ വീട് പുഴവക്കത്താ. ഓഹോ, കൃഷി ഉണ്ടോ? ആ, കുറച്ച് അത്യാവശ്യം. ചേച്ചിയുടെ കൃഷിയുടെ ആളാ. അങ്ങനൊന്നുമില്ല. ഈ ചെറുതലെ മുതലേ ചെറിയ കൃഷിയും പരിപാടിയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നോക്കി പോണ്. ആ കൃഷിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അമ്മൂമ്മയും അമ്മായിയും ലച്ചേച്ചിയൊക്കെ കൃഷി ചെയ്തല്ലേ ചേട്ടൻ ജീവിക്കുന്നേ. എന്റെ പാറുക്കുഞ്ഞ് അങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട. അഞ്ചു പോ. എന്താടി പിടിച്ചു പോക്കാനെ? നീ എന്തായിരുന്നു വിളിച്ചേ? എവിടെ കൊണ്ട് അവിടെ പോണു? പ്രകൃതി രമണീയത കാണിക്കാൻ കൊണ്ടുവന്നു. പ്രകൃതി രമണീയത ചേച്ചിയെ കാണിക്കാൻ കൊണ്ടുവന്നു. പ്രകൃതി രമണീയത ഞാനൊന്ന് അടുക്കളയില് പോയി വന്നപ്പോഴത്തേക്കും നീ ഇവിടെ കൊണ്ട് പ്രകൃതി രമണീയത കാണാൻ പോവാന്ന് തീരുമാനിച്ചല്ലേ? എടി, ഇത്രയും ഇവിടെ വന്നല്ലേ, പിന്നെ നമുക്ക് സ്ഥലം കൊണ്ട് കാണിക്കട്ടെ. പിന്നെ മേടിച്ച് പറഞ്ഞോടൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് മേടിച്ചു. ഇതൊരു തെറ്റാണോ? എന്താടി? ഒന്നുമില്ല. വാടേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെ വേറെ ഇനി മീര ടീച്ചറെ വിളിക്കുമ്പോ ഞാൻ പറയും നിന്നെ വിളിക്കാം. എന്നെ എന്തിനു വിളിക്കാൻ പറയുന്നേ? എന്റെ അമ്മായി അമ്മയുടെ കയ്യിലുള്ള അങ്ങ് കൊടുക്കുക. അപ്പൊ പ്രശ്നം തീരില്ലേ? അമ്മായിയുടെ കയ്യിൽ ഇരിക്കണ ചീരവിത്ത്. ഞാൻ ഷാർക്കര പോയപ്പോ മാമൻ തന്ന 12,000 രൂപ ഉണ്ടായിരുന്നു. അവിടുത്തെ പറമ്പിലെ തേങ്ങയും മാങ്ങയൊക്കെ വിറ്റ പൈസ. അതാണെങ്കിൽ ഇവിടെ എത്തിയപ്പോ തീർന്നു. എന്റെ 5ന്റെ പൈസ ഇല്ല എന്നെ ലച്ചു. നീ കൂടെ 50,000 രൂപ. ധാരാണ് വരണത്. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ഈ 50,000-ല് 30,000-ന്റെ കണക്ക് എനിക്കറിയാം. ബാക്കി 20-ഓ? ബാക്കി 20 5 വെച്ച് പല തവണയായിട്ട് മേടിച്ച്. ഈ 5 പല തവണയായിട്ട് എന്തിനാണ് മേടിച്ചത്? ഇതിപ്പോ പറഞ്ഞു വരുന്നത് ഈ 5 വെച്ച് ഞാൻ പല തവണയായിട്ട് മേടിച്ച് പുട്ടടിച്ചെന്നല്ലേ? കൊള്ളാം. അതിന് ഞാൻ അങ്ങനെ വല്ലതും ഉദ്ദേശമാണോ പറഞ്ഞത്? നീ അങ്ങനെ ഉദ്ദേശം തന്നെ പറഞ്ഞ്. സംശയം ലച്ചുവിന്. സംശയോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സംശയം തന്നെയാ. സംശയം വെച്ചോണ്ടിരി. ഫുൾ കലിപ്പാണല്ലേ. എന്താണ് അമ്മായി ചേച്ചി ഒരുമിച്ചിട്ട് വരുന്നത്? എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അലേർട്ട്. അമ്മായിയോട് നിന്നേ. 20,000-ന്റെ കണക്ക് പറഞ്ഞിട്ട് വീടിന്റെ പടി ചവിട്ടിയാ മതി. പറയാൻ സൗകര്യമില്ല. കുറെ സൗകര്യം ഇല്ലെന്നാ. എന്തിനാണ് വാങ്ങിച്ചത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടത്തെ ഒരു സ്ഥാപനം തുടങ്ങാനാണ് ഞാൻ ആ പൈസ മേടിച്ചത്. അതിന്റെ കണക്കാണ് ഞാൻ ചോദിച്ചത്. പറയാൻ സൗകര്യമില്ലെന്ന്. ഇവിടെ നിക്കാണോ? വാ. മീര ടീച്ചറിന്റെ പൈസ ആര് കൊടുക്കും? മീര ടീച്ചറിന്റെ പൈസ ആര് കൊടുക്കും? എന്നോട് ചോദിക്കണ എന്തിനാ? നിങ്ങൾ ആരെങ്കിലും കൂട്. നീയല്ലേ പ്രിൻസിപ്പള്? എന്താ പ്രിൻസിപ്പൾ? ഞാൻ അന്നേ പറഞ്ഞില്ല ഞാൻ പ്രിൻസിപ്പളായിട്ട് കസേര ഇരിക്കത്തുള്ളൂ. നിങ്ങളല്ലേ പ്രൊഡ്യൂസറല്ലേ, മാനേജർ? അലമ്പ് വർത്താനം പറഞ്ഞോണ്ടല്ലോ അവസാന നിമിഷം. ഞാൻ എന്തിനാ അലമ്പ് വർത്താനം പറഞ്ഞ? ഞാനാണെ പലം പറയണ. അമ്മായിയല്ലേ അലമ്പ് പറയണ? നീ എന്നെ അലമ്പ് പറയണ? എന്താ അമ്മായിയല്ലേ? അമ്മായി പൈസ അടക്കണമെങ്കിൽ 5, 10 ഇപ്പൊ കൊള്ളാം. ചേച്ചി നിനക്കുണ്ടടി. കണ്ടല്ലോ മത്തക്കണ്ണും തുറന്നു. ആരാ? എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സഞ്ജിത. ഹായ്. ഇതൊന്നും കാര്യാക്കണ്ട. ഇത് ഇവിടെയൊക്കെ സാധാരണമാണല്ലേ? അതെ. അല്ല, നിങ്ങളിത് എല്ലാരും കൂടെ പോണ്? കേശവയുടെ ഈ ചേച്ചിയെ പ്രകൃതി രമണീയത കാണിക്കാൻ കൊണ്ടുവന്നു. പ്രകൃതി രമണീയത
കേശുവേ മോളെ ജീവൻ വേണമെങ്കിൽ വിട്ടോട്ടാ. എന്തരമ്മായി? അല്ല അവിടെ കുണ്ടും കുഴിയൊക്കെ ആണല്ലോ, മഴവെള്ളമൊക്കെ കേറി കിടപ്പുണ്ടാവും, തെന്നി വീഴണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞതാ. വേണ്ടേ? അല്ല പ്രകൃതി രമണീയതയൊക്കെ പിന്നെ കാണാം, നമുക്ക് അകത്തോട്ട് ചെന്നാലാ? കുറച്ച് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. മോള് വാ. ഇയാള് വന്നിട്ട് കൊറേ നേരമായ? ഞാനാണോ? വേറെ ആരോട് ചോദിക്കാനാ? ഇയാളോട് തന്നെ ചോദിച്ചാ. കുറച്ചേരായി. വഞ്ചിത അങ്ങനെ എന്തല്ലേ പേര്? സഞ്ജിത. ആ സഞ്ജിത. സഞ്ജിത എന്ന പേരിന്റെ അഥവാ സഞ്ജിത എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയൂ? അറിയില്ല, അനിയൻ വിളമ്പ്. സഞ്ജിത, സഞ്ജിത ആലോചിച്ചിട്ടുണ്ടോ എന്താണ് സഞ്ജിത എന്ന വാക്കിന്റെ അർത്ഥം? ഇല്ല. ഇല്ല. സഞ്ജിത, സഞ്ജിത എന്ന മലയാള പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് സംഗ്രഹിച്ചു വെച്ചത് അഥവാ കൂട്ടിവെച്ചത്, ശേഖരിച്ചു വെച്ചത് എന്നുകൊണ്ട് സഞ്ജിത കർമ്മം എന്നൊരു പ്രയോഗം കൂടി ഉണ്ട്. അതായത് ഒരു വ്യക്തി ഭൂതകാലത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ആകത്തുക. മനസ്സിലായില്ലേ? പിടിയിട്ടില്ലേ? അതായത് മുൻ ജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ഒരു കൂട്ടം. കൂട്ടം അങ്ങനെ കൂട്ടം. കഴിഞ്ഞ വിളമ്പി കഴിഞ്ഞ നല്ലൊരു പേരായിരുന്നു. അതിനെ കീറി മുറിച്ച് ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊക്കെ ആക്കി. പക്ഷേ ഇതൊന്നും കേട്ട് നീ മേടിക്കണ്ടാട്ടാ. അയ്യോ, ഇതാണ് ഈ പേരിന്റെ ശരിക്കുള്ള അർത്ഥം. ஆஹா கௌரி லட்சு நீங்க வந்துட்டீங்களா? உங்க சத்தம் கேட்டுதான் நாங்க வந்தோம். പിള്ളേരെ നിങ്ങൾ ഒന്നിച്ചാണ് വന്നേ? എന്റെ അമ്മ എന്റെ ഗ്രഹപ്പിഴയ്ക്ക് ഞാൻ വാഴക്കാല ജംഗ്ഷനിൽ എത്തിയപ്പം ഇവളെ ഒന്ന് വിളിച്ച് കറക്റ്റ് സമയത്ത് ഇവളും വാഴക്കാല വന്നു. ഇനി ഞാൻ കേൾക്കാവൊന്നുമില്ല, വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ കള്ളിയായി. അമ്മായി ആവശ്യമില്ലാത്ത ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ചുമ്മാ രംഗം വഷളാക്കല്ലേ. മീര ടീച്ചറിനെ വിളിച്ച് ഞാനൊരു ഡേറ്റ് പറയാം, എന്നിട്ട് ആ ഡേറ്റില് ഞാൻ 50,000 കൊടുത്ത് തീർത്തോളാം. പോരെ? പ്രശ്നം കഴിഞ്ഞ്. അതാണ് എന്റെ ചേച്ചി. എന്ത് പ്രശ്നം കഴിഞ്ഞെന്ന്? ചേച്ചി കൊടുക്കുന്നതിന്റെ പകുതി കാശ് അനിയൻ തന്നെ. എന്ത് 25,000 നീ തന്നെ? 25,000 ഞാൻ കൊടുക്കും. പണിക്ക് പോണം. അനിയൻ പണിക്ക് പോയി കാശ് ഉണ്ടാക്കി ചേച്ചിയുടെ കയ്യിൽ തരിക, അത്രേ ഉള്ളൂ. ഞാൻ എന്തിനു പണിക്ക് പോയ ചേച്ചി? ഈ പൈസയുടെ കാര്യത്തിലൊന്നും മാത്രം എന്നെ ഒന്ന്. നിനക്ക് റിസർവേഷൻ ഒന്നുമില്ല, മര്യാദയ്ക്ക് വല്ല പണിക്ക് പോയി പൈസ കൊണ്ടോളണം. ആഹാ, അങ്ങനെ ഞാൻ കൊച്ചാക്കാൻ നോക്കണ്ട, ഞാൻ കൊടുത്തോളാം 50,000 രൂപ. പാറുവേ കൂടുതൽ സോപ്പിടാൻ നോക്കല്ലേ. അന്ന് ഡേ കെയറിന് ഇനാഗ്രേഷന്റെ സമയത്ത് എല്ലാവരും കൂടി അണിഞ്ഞൊരുങ്ങി നിന്ന ഷോ കാണിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. கௌரி அன்னைக்கு நீ இருக்கவே இல்லையே. ഉണ്ടാവില്ലല്ലോ, അന്നേരം മുങ്ങിയല്ലോ. ചേച്ചേ അനാവശ്യം പറയരുത്, ഞാൻ എന്റെ സാഹചര്യം ഞാൻ എന്താണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്നാ പിള്ളേരെ ഇത്? ഒരു പാവം കൊച്ചു ഇതെല്ലാം കേട്ട് പേടിച്ച് നിക്കുവാ. എന്റെ കുട്ടാ നീ പേടിക്കണ്ട, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഞാനും ഈ വീട്ടിൽ വന്ന് കേറിയതാണ്. ഈ വീട്ടിൽ കയറി വന്ന അന്ന് എന്റെ അമ്മായിയമ്മ അങ്ങ് ഉറഞ്ഞു തുള്ളി. ഇപ്പോഴും ആ കാഴ്ച എന്റെ കണ്ണിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ ഈ ലച്ചുണ്ട് നാക്കുണ്ടല്ലോ, 2 കുടുംബങ്ങളെയാണ് പിടിച്ചൊലയ്ക്കണത്. ഒന്ന് പാറമട വീടും ഒന്ന് കുഴിപ്പള്ളും. ഈ നാക്കിന്റെ മുന്നിൽ ഈ 2 കുടുംബങ്ങളെ വിറയ്ക്കും. അപാര കഴിവാണ് എന്റെ ലച്ചുന്റെ, കാണുന്ന പോലെ ഒന്നും അല്ല. അമ്മായി ഒരുമാതിരി സംസാരിക്കരുത് കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കുമോളെ അങ്ങോട്ട്. അതെ, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളെ പൊക്കി പറഞ്ഞില്ലേ. എന്തൊരു കഷ്ടമാണത്. മോളെ ചിഞ്ചിത മോളെ. അമ്മമ്മ സഞ്ജിത. ആ സഞ്ജിത മോളെ, ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു വീടാ. ചിലരൊക്കെ ഈ വീട്ടിൽ വന്ന് കേറിയതിന് ശേഷമാണ് ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്നാലേ വല്ലതൊക്കെ പറഞ്ഞു പോകും ഞാൻ. എല്ലാം കൂടെ ഒന്നിച്ചിടല്ലേ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. എന്ത്? നീ ഒന്ന് പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഈക്വലായേ. വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. അവിടെ ഒരു പെങ്കൊച്ചു വന്നിരിപ്പുണ്ട്. അവരുടെ മുമ്പിൽ അമ്മായിയമ്മയ്ക്ക് വിലയില്ലാതെ ആക്കരുത്. അമ്മ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ അമ്മ ഇവിടെ കിടന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടിയേ.
എന്നിട്ട് അമ്മ ഇപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? ഞാൻ എന്തുവാ പറഞ്ഞത്? ഇവിടെ നല്ല അന്തസ്സോടും അഭിമാനത്തോടും ജീവിച്ചിരുന്ന കുടുംബമാണ്. ഇപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ചിലര് കേറി വന്നു എന്നർത്ഥം വരുന്ന രീതിയിലേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മ അങ്ങനെ അല്ലേ പറഞ്ഞ? അമ്മ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയ കുടുംബമാണ്, ചിലവര് വന്നു കയറിയപ്പോഴാണ് ഇവിടെ നാശമായതെന്ന്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞു? അമ്മ അങ്ങനെ തന്നെ പറഞ്ഞത്. എല്ലാം പറഞ്ഞിട്ട് കിടന്ന് ഉരുളല്ലേ അമ്മ? ഓ, ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ പറഞ്ഞോന്ന്. അമ്മ ചുമ്മാ കിടന്ന് ഉരുളല്ലേ അമ്മ? ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയണമെങ്കിൽ പുറത്തു പോയി അമ്മ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുള്ള? അങ്ങ് ചോനത്തലയും പാടൂരൊക്കെ. എന്റെ ഗൗരി, എന്റെ മരുമോളെ കുറിച്ച് ഞാൻ അങ്ങനൊക്കെ പറയോ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനൊക്കെ പറയുമെന്ന്? അമ്മ പറയും. അപ്പൊ മരുമോളെ പറ്റിയാണ് പറഞ്ഞതല്ലേ? എന്റെ ദൈവമേ, ഇതെന്തൊക്കെയായി പറയുന്നത്? ഞാൻ അങ്ങനെ വല്ലതും പറയുവോ? അമ്മ പറയും. പൊന്നമ്മ പുറത്തുനിന്നൊരു കൊച്ചു വന്ന് നിക്കുന്നു. അപ്പോഴാണ് രണ്ടും കൂടെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. അവളോട് പറ. ആഹാ, നിക്ക്, ഞാൻ പറയട്ടെ. ഒന്നാമത് ഇവിടുത്തെ നാട്ടുകാർക്ക് നമ്മളെ പറ്റിയൊക്കെ പറയും ഇഷ്ടം പോലെ കഥയുണ്ട്. എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ? ഇവിടുത്തെ അടി ഇടി വഴക്കിന്റെ കാര്യവും പൊട്ടത്തരവും എല്ലാം പറയുന്നുണ്ട്. നാട്ടിൽ നമ്മൾ മൊത്തം ഫേമസ് ആയിപ്പോ. നീ എന്നെ കുത്തി പറഞ്ഞല്ലേ? എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി ലച്ചു. அஷே என்ன இது? முன்னாடி எல்லாம் இங்க யாராச்சும் வந்ததுன்னா எல்லாரும் அமைதியா இருப்பாங்க. இப்ப என்ன இது? ആന്റി എന്താ പറഞ്ഞേ? മുമ്പ് ആരെങ്കിലും വരുമ്പോ ഞങ്ങൾ ഡീസെന്റ് ആയിട്ട് ഇരിക്കുന്നത് ഞങ്ങളുടെ അഭിനയമാണെന്നാ. അപ്പൊ ആന്റി എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങളെ കലമ്പ് കൂട്ടങ്ങളാണെന്നാ? ஐயோ அப்படியெல்லாம் நான் சொல்லல லட்சு. അയ്യോ, അവിടെയൊന്നും ഞാൻ സെല്ലല്ലേ. ഇവിടെ എല്ലാരും മുന്നിൽ വെച്ച് എല്ലാരും അങ്ങ് പൊക്കി പറയും. അങ്ങ് മധുരയിൽ ചെന്ന് ആരൊക്കെ പറ്റി എന്തൊക്കെ പറഞ്ഞെന്ന് ആർക്കറിയാം? நான் ஒன்னும் சொல்லல கௌரி. കനക അങ്ങനൊന്നും പറയത്തില്ല. പ്രത്യേകിച്ചും ആരെ കുറിച്ച് പറഞ്ഞാലും എന്നെ കുറിച്ച് പറയത്തില്ല. എന്നെ നന്നായിട്ട് കനകത്തിന് അറിയാം. അതെ അതെ, അമ്മയെ പറ്റി ഒന്നും പറയില്ല. കാരണം 20 സെന്റ് എഴുതി കൊടുക്കാന്ന് പറഞ്ഞല്ലേ. ഇവിടെ സോപ്പിടാൻ ഒരാളും സോപ്പിൽ തെന്നി വീഴാൻ വേറൊരാളും. ഇവിടെ മരുമോളെ പോലും പരിഗണിക്കണില്ല. പിന്നെയല്ലേ ചേച്ചി മിണ്ടാതിരി. ஐயோ கௌரி, எனக்கு சொத்தும் வேண்டாம் பணமும் வேண்டாம். நான் மதுரைக்கே திரும்பி போறேன். നീ പോയാ നിന്റെ കൂടെ ഞാനും വരും. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, ശരിക്കും ഇവിടെ എന്തിനാണ് പ്രശ്നം? എന്തിനാണ് ഇങ്ങനെ നലമ്പുണ്ടാക്കണത്? നിനക്കെന്താണ്? നിങ്ങൾക്ക് എന്താണ്? എന്റെ ഇതുണ്ടല്ലോ, മനഃപൂർവ്വം എന്റെ മുഖത്ത് കരുവരുത്തേക്കാൻ വേണ്ടി കാണിച്ചോണ്ടിരിക്കുന്നയാ. എന്നാ ഒരു കൊച്ചു വന്ന് രണ്ടെണ്ണം വന്നല്ലോ. ആ കൊച്ചു എവിടെ നിന്നാന്നോ എന്താന്നോ ഒന്നും അറിയാണ്ട് വീടിന്റെ നടക്കി കിടന്ന് തല്ല് കൂടുന്നു. വന്ന് മര്യാദ എന്ന് പറഞ്ഞ സാധനം 7 ഇടത്ത് കൂടെ പോയിട്ടില്ല. അതെങ്ങനെ? വളർന്നു വരുന്നവരും കീപ്പോട്ടാണല്ലോ സ്വഭാവം വളരണത്. അതെ, പടവലം പോലെ. പടവലം കീപ്പോട്ടല്ലേ വളരൂ. ദേ, എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, ഞാൻ പടവലം കുടുംബത്തിനെ പറ്റി പറഞ്ഞതല്ല, ഞാൻ പടവലത്തിനെ പറ്റി പറഞ്ഞാണ്. അവൻ പറഞ്ഞതനുസരിച്ച് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പടവലം. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാ. എന്നെ മാനം കെടുത്താൻ വല്ലതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കാര്യം നിലത്തടിക്കും കേട്ടരാ. പിന്നെ ആ കൊച്ചിനെ വീട്ടിൽ നിന്ന് പോകുന്നവരെ ഇവിടുന്ന് ഒരു ബഹളം കേട്ടുപോയിരുന്നു. ശിവ, ആ കാര്യം ആലോചിച്ച് നീ പേടിക്കേ വേണ്ട. സഞ്ജിതയുടെ കാര്യം ഞാൻ കൊച്ചേ, നിനക്ക് വേണമെങ്കിൽ നിന്റെ ഫ്രണ്ടിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയിക്കോ. അല്ലെങ്കിൽ ആ കൊച്ചിനെ ഉപഗ്രഹം പോലെ ഈ വീടിന് ചുറ്റും കിടന്ന് കറങ്ങും. അല്ല, എന്നിട്ട് എന്തായി? എന്നിട്ട് അച്ഛനും അവനോട് നയിച്ചിട്ടൊക്കെ ഇറങ്ങിയിടോ. കേശവന് ഒരു പ്രാവശ്യം എല്ലാ തുണിയും കഴുകാനിട്ടേക്കുവാന്ന് പറഞ്ഞുകൊണ്ട് നിക്കറിട്ടോണ്ട് ഓടി. എന്തൊക്കെയായി കേൾക്കുന്നെ? നിങ്ങള് മൊത്തത്തിൽ ഭയങ്കര കോമഡി ആണല്ലോ. കോമഡി മാത്രോ അല്ല, മുട്ടൻ കലിപ്പാ. ഇപ്പൊ തന്നെ ഇവിടെ അമ്മായി ലച്ച ചേച്ചിയും അമ്മൂമ്മയും തമ്മിൽ നല്ല കലിപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ താനുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു ഭൂകമ്പം സംഭവിക്കാത്തത്. പിന്നെ താൻ എപ്പോ ഈ വീടിന് പുറത്തോട്ട് ഇറങ്ങുന്നു അപ്പൊ ഈ വീട്ടിൽ വാറായിരിക്കും. വാർ ന്യൂക്ലിയർ ബോംബ് ഇങ്ങനെ വീഴും. പക്ഷെ അവസാനം കെട്ടിപ്പിടിച്ച് കരയും, അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഒരു ദിവസത്തിനപ്പുറം ഇവിടെ വഴക്കി നിൽക്കത്തില്ല. കരച്ചിലൊക്കെ പറഞ്ഞാണ്ടല്ലേ ഈ കേശൊക്കെ പട്ടി മോങ്ങുന്ന പോലെ ഒന്ന് മോങ്ങിക്കളയും. അപ്പൊ ചേച്ചിയോ അലറിയാൻ വിളിക്കുമല്ലോ. ഓഹോ, അലർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പാറുവിന്റെ കാര്യം ഞാൻ ആലോചിച്ചത്. എവൾ അലർന്നായിട്ടുണ്ടാ? എന്റെ പൊന്നു ചെവിക്കല്ലടിച്ചു പോവും. രാവിലെ തുടങ്ങും, ഞാൻ ഈ വീട്ടില് കാലം തെറ്റി ജനിച്ച കുഞ്ഞാണേ എന്നും പറഞ്ഞുകൊണ്ട്. നിർത്തുന്നത് രാത്രിയായിരിക്കും. മനുഷ്യന്മാരാകുമ്പോ കരയും, ചിരിക്കുകയും ചെയ്യും.
അത് ശരിയാണ്. പക്ഷെ ദേഷ്യം, കലിപ്പ് അത് ഞങ്ങളുടെ ഗൗരിയമ്മയുടെ ട്രേഡ് മാർക്കാണ് മോളെ. അയ്യോ അത് ദേഷ്യമൊന്നുമല്ല, മാനസിക വിഭ്രാന്തി. അമ്മായി ആണുങ്ങളുടെ കൂടെ വഴക്കുണ്ടാകും. ചുരുക്കം പറഞ്ഞ നമ്മുടെ കുടുംബത്തിലെ ഗുണ്ടയാണ് ഗുണ്ട. ഗുണ്ടാന്നൊക്കെ പറഞ്ഞ നല്ല ഫസ്റ്റ് ക്ലാസ് ഗുണ്ട. ഇത്ര അലമ്പ് പിടിച്ചൊരു സാധനം. ആടാ ഗുണ്ടനടാ പറ. ഈ പിള്ളേര് പറയണൊന്നും വിശ്വസിക്കല്ല എന്റെ മോളെ. പകുതിയും തള്ള. ഈ വീട്ടിൽ വന്ന് പെട്ട പോയോണ്ടല്ലോ ഒരു മെഷീൻ പോലെയാണ്, വാഷിംഗ് മെഷീൻ പോലെ ചുഴിയോട് ചുഴിയാ. നമ്മള് കിടന്നങ്ങ് കറങ്ങും. പിന്നെ കറക്കാൻ പറ്റിയവരോട് ഉണ്ടല്ലോ. നമ്മളെ എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ടുപോയി പെടുത്തും, പിന്നെ കൈ മലർത്തും. പിന്നെ നമ്മളാണ് ഇവിടെ വലയണം. മോളെ സഞ്ജിത, നമ്മളിട്ട് വലയ്ക്കാൻ കഴിവുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. ശരി, ഒന്ന് സഹകരിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. പിന്നെ കൂടുതൽ ഉദാഹരണമൊന്നും ഞാൻ പറയണ്ടല്ലോ. പറ, നീ പറയണ കേക്കട്ടില്ല. ഞാൻ പറഞ്ഞേ, അമ്മായി ഇവിടുന്ന് ശാർക്കരയ്ക്ക് ഓടും. നമുക്ക് ഈ സംസാരം ഇവിടെ ചെന്ന് നിർത്തിയാലോ? എന്താണ് സഞ്ജുവിന്റെ കുടുംബ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ പോണേ ഇനി? എന്റെ പൊന്ന് സഞ്ജു, ഈ കാണുന്ന പോലൊന്നുമല്ല. ഈ പോരടിക്കുന്നൊക്കെ വെറുതെ ചുമ്മാ ഉടായിപ്പ്. രണ്ടും ഒറ്റ കെട്ടാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും വൈകിട്ട് രണ്ടും കൂടെ ചേർന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറും. അത് തന്നെ, ഇപ്പൊ ജയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞിരിക്കും. ഒറ്റക്കെട്ടാവുമ്പോ നമ്മളെ നീ മിണ്ടാരി വെച്ചേ. നിന്നെ കഴിഞ്ഞ ആരാ കണക്കി കൂട്ടിയേക്കുന്നേ? നീ മൈനറാ. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് എനിക്കും ദേഷ്യം വരുന്നത്. നിങ്ങൾ നിർത്തിക്കേ. സഞ്ജുവിന് ബോറടിക്കുന്നത്. എനിക്ക് ഒരു ബോറും അടിക്കുന്നില്ല. എനിക്ക് എല്ലാരെയും നന്നായിട്ട് മനസ്സിലായി. എല്ലാരും നല്ല ഓപ്പണാ. എനിക്ക് നിങ്ങളുടെ സംസാരമൊക്കെ എന്ത് രസം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാരെയും. ചേച്ചി, അമ്മായി, ഈ ചേച്ചിയുടെ വീടേ തൊടുപുഴയാണെന്ന്, അതും പുഴയുടെ വക്കത്ത്. നമുക്കൊരു ദിവസം പോണം. അതിന്റെ ഇപ്പൊ എന്താ? സഞ്ജിതയ്ക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. എനിക്ക് എപ്പോഴേ ഓക്കെ. അവിടെ ആണെങ്കിൽ നല്ല കിടക്ക് കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പോണം. അപ്പൊ കേശു ഇനി കൃഷി പിടിച്ചങ്ങ് കേറും. നിങ്ങൾ എന്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേശു ചേട്ടൻ ഇങ്ങനെ പൊള്ളിച്ച് സംസാരിക്കുന്ന പോലെ? അയ്യോ, ആളെ അത്ര വേണ്ട പോലെ പരിചയമില്ലാന്ന് തോന്നണോ? എന്താ അവിടെ പോയി ഇരി മോൻ. ഒന്നുമില്ല, അവരിങ്ങനെ ഫണ്ടിന് വേണ്ടി ഇടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കും ചേച്ചി അമ്മായി ഒക്കെ ഇല്ല. അല്ലേ അമ്മായി? ആണോ? കുറച്ച് കാര്യം കൂടെ ഞാൻ ഫണ്ടിന് വേണ്ടി പറഞ്ഞു കൊടുക്കട്ടെ? തൽക്കാലം ഞാൻ എല്ലാരെയും വെറുതെ വിട്ടിരിക്കുന്നു. എല്ലാരെയും. അന്തുലച്ചു എന്നെ നോക്കി അങ്ങനെ ഒരു ടോക്ക്. അമ്മായി, ആ മീന ടീച്ചറിന് കൊടുക്കാനുള്ള 50,000 പറ്റിച്ചിട്ട് നിക്കണം നിപ്പ് നോക്കിക്കേ. അമ്മയ്ക്കും ഗൾഫിൽ ഇത് തന്നെയായിരുന്ന പണി. അപ്പൊ എങ്ങനെ ഇഷ്ടപ്പെട്ടാ എന്റെ വീടും വീട്ടുകാരെയൊക്കെ? പിന്നെ എല്ലാരും ഇഷ്ടപ്പെട്ടു. രാവിലെ പോലെ വന്ന സമയം പോയത് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഹലോ ഹലോ. അപ്പൊ കേശുട്ടാ, ഓ ഞാൻ ഇറങ്ങുവാ. ഓക്കെ, ഇനി വരും. വരണം. അതാണല്ലോ അവള് പറഞ്ഞേ വരുമെന്ന്. അതല്ല ഞാൻ പറഞ്ഞു വരണോന്ന്. അവൾ ഓൾറെഡി പറഞ്ഞല്ലോ, പിന്നെ വീണ്ടും നീ പറയുന്നേ? ഇവിടെ വരണോന്നുള്ളതുകൊണ്ട് ഞാൻ വരണോന്ന് പറഞ്ഞു. അതൊക്കെ മനസ്സിലായിട്ടുള്ളവർ വരാന്ന് പറഞ്ഞേ. എന്തായാലും ഒരാൾക്ക് വരണമെന്ന് പറയാൻ പറ്റൂലേ? ലൊക്കേഷൻ അയച്ചു കൊടുക്കടാ. അഴിച്ചോട് കൂടി. ഇതൊക്കെ എന്താണേക്കാ? നിനക്കെന്തേ? നിങ്ങൾ പറഞ്ഞു വരാതാക്കല്ലേ. ഞാൻ എന്തായാലും വരും. കേശുട്ടന്റെ നമ്പർ എന്താരണേ? ചുമ്മാ സംസാരിക്കാലോ. കേശുട്ടന്റെ സംസാരിക്കാൻ നല്ല രസാ. അതിന്റെ ആവശ്യമില്ല കേട്ടോ. താശിവ, എന്തിനാ നീ എത്ര വേണ്ട വിളിച്ചോ, ഞാൻ എന്റെ ഫോൺ കൊടുത്ത് സംസാരിപ്പിച്ചോളാം. നീ പിന്നെ ചെന്നൈ പോകുമ്പോ ഞാൻ എന്തും ചെയ്യും. ഞാൻ ഈ അടുത്തൊന്നും ചെന്നൈയിൽ പോകുന്നില്ല. ഇനിയിപ്പൊ സംസാരിക്കാൻ അത്ര നിർബന്ധമാണെങ്കിൽ എന്തിനാ ഇത്ര നേരത്തെ പോകുന്നത്? കുറച്ചു നേരം നിൽക്ക്, ഇത് കൊറേ സംസാരിച്ചിട്ടൊക്കെ പോയാ മതി. പോറായോ? ഇപ്പൊ പോണോ? കഴിഞ്ഞു പോന്നേ. ചേച്ചി, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പോന്നേ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പോയാ ഇവിടുത്തെ കൂട്ടാടി കാണാം. കാണേണ്ട സംഭവം. അതിനു മുന്നേ നീ പോകുന്നതായിരിക്കും നല്ലത്. അതിലെങ്ങാനും ചെന്ന് പെട്ടാലുണ്ടല്ലോ, ഗസ്റ്റ് ആണോ ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുവാന്നോ ഒന്നും നോക്കൂല, കുതിര കിട്ടും തരും. അയ്യോ, ഞാനില്ലേ, ഞാൻ ഇറങ്ങുവാ. ഇവിടുന്ന് അടികിട്ടി പോയവരും ഉണ്ട്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പാറുവടേ ഉണ്ടായിരുന്നു. ലച്ചു എവിടെ? ലച്ചു എവിടെന്ന്? അടുക്കളയില്. എന്തിനാണാവോ ലച്ചു അടുക്കളയിൽ നിക്കണ? കൺട്രാക്ക് വിടാനാണോ?
ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഉറക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും ഞാൻ എന്താ ടൈമിങ്? എന്റെ ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? നീ നോക്കിക്കോടാ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അമ്മ ഈ വഴക്കിന്റെ പേരും പറയും എന്നെ ഇങ്ങനെ കൊത്തി പറക്കും. നോക്കിക്കോ. അയ്യോ ഇനിയിപ്പൊ എനിക്ക് വാ തുറക്കാൻ പറ്റൂല ഇവിടെ. ആ തുറക്കട്ടെ, അത് തന്നെയാ നല്ലത്. സഞ്ജിത പോവാ. അതിനിപ്പോ എന്താ പോയിക്കോട്ടെ. അനിപ്പോ പൊക്കോട്ടെ, പൊക്കോ. എന്ത് 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 അതെ, എന്നാ ഞാൻ ഇറങ്ങുവാ. ഇനിയെങ്കിലും നിങ്ങൾ ഈ തമ്മിക്കുത്തിലൊന്ന് നിർത്തിക്കൂടെ? തമ്മിക്കുത്തല് നിർത്തിക്കൂടെന്നാ? താൻ വർത്താനാണ് ഈ പറയണേ? അതന്നെ, എന്ത് വർത്താനോട് പറയണ? ആര് തമ്മിക്കുത്തില നിർത്തിക്കൂടെന്ന്? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്തുദ്ദേശം പറഞ്ഞാലൊന്ന്? നമ്മളെ വീട്ടിൽ കയറി നമ്മള് പറയണ ലച്ചു. എന്റെ വീട് എവിടെയാന്ന് പറഞ്ഞ? തൊടുപുഴയല്ലേ? ആ, തന്നെ വീട് തൊടുപുഴയാണെങ്കിലേ ഇത് പാറമട വീട്. ഇവിടെ സംസാരിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിച്ചോളാം. ശിവ, നിനക്ക് ഓൾറെഡി ഉള്ളതാണ് ഈ പെമ്പിളൊക്കെ കാണുമ്പോൾ ഇളക്കം. മര്യാദയ്ക്ക് നിനക്ക് എന്തിനാ ഫോൺ നമ്പർ? ഫോൺ നമ്പർ എന്തിനാ? നീ ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞില്ല. എന്തോന്ന് വീട് കുത്തണെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മളെങ്ങനെ നോയിക്കൊണ്ടിരിക്കും അല്ലേ? പിന്നെ അല്ലാണ്ട് ഞാനൊരു തമാശക്ക് ഉദ്ദേശിച്ചെന്നേ ഉള്ളൂ. അയ്യോ, വലിയൊരു തമാശക്കാരി വന്നേക്കുന്ന. എന്റെ അമ്മ ഒന്ന് ചിരിച്ചു. നീ ഒന്ന് ചിരിച്ചോട്. അമ്മയ്ക്ക് ചിരിച്ചെന്താ കുഴപ്പം? നിനക്ക് ചിരിച്ചെന്താ കുഴപ്പം? അമ്മ ഒന്ന് ചിരിച്ചോളൂ. അമ്മ എന്തിന്? ഒന്ന് ചിരിച്ചിക്കോട്. എന്താ പേടിച്ചോയോ? പേടിക്കണം, ഇതാണ് ഞങ്ങളുടെ തമാശ. லிச்சு இங்க என்ன பிரச்சனை? ഒരു പ്രശ്നവുമില്ല. ഈ കൊച്ചിനെ വീട്ടിൽ ആ, ഞാൻ ഇറങ്ങുവാ. വരാം ഉമ്മ. അല്ല, സഞ്ജിത വയലിസ്റ്റാന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് വയലിൻ വായിക്കുന്നത് ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ. അമ്മയോ കേട്ടോ? ഞാൻ കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് പിന്നെ വയലിൻ വായിച്ചിട്ട് പോകും അല്ലേ? അയ്യോ, ഇപ്പൊ അവള് ഇറങ്ങാൻ നിക്കുവല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ അവള് വായിക്കും. അവള് പോയിട്ട് പാടുകയും ചെയ്യും. ആണോ? എന്നാ കൊഴപ്പില്ല, ഇപ്പൊ ഇറങ്ങാൻ നിക്കുവല്ലേ, വായിച്ചിട്ട് പോട്ടെ. എന്താ വായിക്കാൻ പറ്റൂലേ? അത് തന്നെ, സഞ്ജിതയ്ക്ക് വായിച്ച വല്ല കുഴപ്പമുണ്ടോ? വായിക്കൂ. കുഴപ്പമുണ്ടോ? എല്ലാ കുഴപ്പമുണ്ടോ വായിക്കുന്നതിന്? വായിച്ചിട്ട് പോയാ മതി. സഞ്ജിത പ്ലീസ് ഒന്ന് വായിക്കും. അല്ല, വായിക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞ சஞ்சிதா, எனக்கு பாட்டுனா ரொம்ப உசுரு. വാസിക്കിട്ടും. ആ, വാസിക്കിട്ടും. സഞ്ജിത, ഞങ്ങൾ ഇതൊക്കെ ചുമ്മാ പഠിക്കരുതാ. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി വായിക്കൂ. വായിക്കാലോ.